ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയുടെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്ത് ചെടി നടുമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നിയത് ഒന്നെങ്കിൽ ഒരു മാവോ അല്ലെങ്കിൽ ഒരു പ്ലാവോ വെക്കാമെന്ന്. പക്ഷെ ഞാൻ കൂടുതലും ഈ ഒരു പ്ലാവ് നട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് മാവില്ലാത്തതുകൊണ്ട് മാവ് നടാനാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാവ് ഞാൻ കുറേ നാൾ മുന്നേ ഒരു പ്ലാവ് നട്ടിട്ടുണ്ടായിരുന്നു ജൂൺ 5-ന് തന്നെ. അതേപോലെ തന്നെ 2-3 വർഷത്തിന് ശേഷം വേറൊരു രണ്ട് പ്ലാവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാവാണ്. ഇത് മൂവാണ്ടൻ മാവിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു മാവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ വാങ്ങിച്ചതാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 5-ൻ്റെ അന്ന് നടന്നതാണ് കുറച്ചുകൂടെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയുകൊണ്ടാണ് അന്ന് നടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് അതൊന്ന് കീറി എടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു കവർ കേട്ടോ. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു കുഴിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുഴി നമ്മൾ ചെറിയൊരു കുഴിയാണ് കുഴിച്ചെടുത്തിട്ടുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ വലുതായതിന് ശേഷമാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളം അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയാണ് കുഴി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു മാവിൻ്റെ തൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളവും അതേപോലെ വെയിലൊക്കെ കിട്ടുന്ന ഒരു ഭാഗത്താണ് ഞാൻ ഈ ഒരു മാവ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. വളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലുപൊടിയും അതേപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റായിട്ട് ഉണ്ടാവുന്ന കുറച്ച് പുഴുക്കളൊക്കെ ഉണ്ടാവും. അത് പുഴുക്കേടൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു മാസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ വളം. എന്നാലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുള്ളൂ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് നട്ടൊരു പ്ലാവ് എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം അത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് നട്ട് അടുത്തൊരു പ്ലാവാണിത്. അതേപോലെ തന്നെ വിയറ്റ്നാം മെർലിൻ പിന്നെ ഓൾ സീസൺ അങ്ങനത്തെ 2 വെറൈറ്റി പ്ലാവാണ് ഞാൻ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ചക്കയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനതൊരു വളയോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വളയം ഫുൾ കവറായിട്ടു. പിന്നെ ആ ടൈമിൽ തന്നെ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നാച്ചക്കയായി പോവാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വളയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പിന്നെ അത്യാവശ്യം ചക്കയൊക്കെ പിടിച്ച് തുടങ്ങിയിരിക്കും ഇനി വരുന്ന വർഷങ്ങളിൽ. അപ്പോൾ ഇനി എന്തായാലും ഇട്ട് കൊടുക്കണ്ടേന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ വളയൊക്കെ ഇട്ടവർക്കൊക്കെ എന്താണ് അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വേറെ കുറേ കൃഷികളൊക്കെയാണ് കേട്ടോ.